വാർത്ത വരുന്നുണ്ട്. മുനമ്പത്ത് നടത്തിയ പ്രശ്നപരിഹാര ചർച്ചയ്ക്ക് ശേഷം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മാധ്യമപ്രവർത്തകരെ കാണുന്നു. തത്സമയം കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. ഇപ്പോൾ മുനമ്പം വിഷയത്തിൽ പറയാമല്ലോ, അത് കാലതാമസം കൂടുന്തോറും അതിൻ്റെ സങ്കീർണത വർദ്ധിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് ചെയ്യാവുന്ന കാര്യങ്ങൾ, അപ്പോൾ അത് അഭിമന്യ പിതാക്കന്മാരുമായൊക്കെ ഒരു കൂടിയാലോചന നടത്തുക എന്നുള്ള നിലക്കാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നത്. വളരെ നല്ല നിർദ്ദേശങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പങ്കുവച്ചത്. ഈ വിഷയത്തിൽ പിതാക്കന്മാരും ഞങ്ങൾക്കൊക്കെയുള്ള ഏകാഭിപ്രായം എന്നുള്ളത്, ഈ വിഷയത്തിൽ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മറ്റ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലൊക്കെ തന്നെ ഗവൺമെൻറ്റാണത് മുൻകൈ എടുക്കേണ്ടത്. ഗവൺമെൻറ് കാലതാമസം കൂടാതെ തന്നെ ഇതിൽ ഇടപെട്ട എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സമ്പൂർണമായ ഒരു ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ അഭിമന്യ പിതാക്കന്മാരുമായിട്ടുള്ള ആ ഒരു കൂടിയാലോചനയിൽ ഞങ്ങൾക്ക് യോജിച്ച തീരുമാനത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ ലത്തീൻ മെത്രാൻ സമിതിയിലെ ലത്തീൻ മെത്രാൻ സമിതിയിലെ 16 മെത്രാന്മാർ, അതായത് എല്ലാ മെത്രാന്മാരും തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്നേഹബഹുമാനായ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലക്കുടി സാഹിബും ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഗവൺമെന്റിന്റെ അടുത്ത് പറയാമെന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ സോളിഡാരിറ്റി ഞങ്ങളോട്, പ്രത്യേകിച്ച് മുനമ്പം വാസികളോട് പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർക്ക് രണ്ടുപേർക്കുള്ള വിശ്വാസം. അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞ് പിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയി അത് വേണ്ട തരത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഇവർക്കുള്ളത്, ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഇവർ വന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ നമുക്ക് നിലനിർത്തി പോകേണ്ടത് മതമൈത്രിയാണ്. മാത്രമല്ല, ഇതൊരു മാനുഷിക പ്രശ്നമാണ്. ഇതൊരു മതത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ പ്രശ്നമല്ല, മറിച്ച് ഇതൊരു മാനുഷിക പ്രശ്നമാണ്. 600-ലധികം കുടുംബങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കപ്പെടണം. അത് പരിഹരിക്കപ്പെടുന്നതിന് ഇവരെല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങളും പത്രക്കാരും ഇതോടൊപ്പം നിന്ന് ആ പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കുന്നതിന് ശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഞാൻ എടുത്തു പറയുകയാണ്. അല്ല, അത് വളരെ തങ്ങളും അഭിമന്യ പിതാവും ബിഷപ്പ് അവர்களுം പറഞ്ഞത് വളരെ ക്ലിയറാണ്. നിങ്ങൾ ഇറങ്ങിന്നാ മതി, കുറച്ച് വളരെ ക്ലിയറാണ്. അതായത് വളരെ സൗഹൃദ അന്തരീക്ഷത്തിലുള്ള ഒരു ചർച്ചയാണ് നടന്നത്. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ വേഗം പരിഹരിക്കാൻ കഴിയും. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു യോഗം വിളിക്കണം എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് ഫാറൂഖ് കോളേജ് കമ്മിറ്റി, അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ എല്ലാവരുടെയും യോഗം തങ്ങൾ വിളിച്ചിരുന്നു. അവരൊക്കെ ഈ വിഷയത്തിൽ തങ്ങൾക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട്, രമ്യമായി പരിഹരിക്കാൻ. അന്നത്തെ പ്രമേയം തന്നെ അതാണ്, രമ്യമായി പരിഹരിക്കുക എന്നുള്ളതിന് മുൻകൈയെടുക്കാൻ തങ്ങളോട് അവരൊക്കെ കൂടി ആവശ്യപ്പെട്ട് ഫാറൂഖ് കോളേജ് കമ്മിറ്റിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് രമ്യമായി പരിഹരിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ അഭിവാദ്യ പിതാവ് പറഞ്ഞതുപോലെ ചില സാങ്കേതിക പ്രശ്നം കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് സർക്കാരിന്റെ ഒരു രംഗപ്രവേശം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ സർക്കാർ അതിനങ്ങ് മുൻകൈ എടുത്താൽ അത് മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ലോ മിനിസ്റ്ററോടും വക്കം മിനിസ്റ്ററോടും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള നിർദ്ദേശവും ഉണ്ട്. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ
ആ കാര്യം ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കും. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എല്ലാവർക്കും ഈ കാര്യത്തിൽ യോജിപ്പ് തന്നെയാണ്. മുനമ്പം നിവാസികളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് ഇവിടെ നടന്ന ചർച്ച എന്ന് പറയുന്നത് വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് പിരിയുന്നത്. ബാക്കി കാര്യങ്ങൾ സർക്കാരും കൂടി ആയിട്ട് ചർച്ച ചെയ്തിട്ട് പറയാം. അതിപ്പോ പിന്നെ ഷെയർ ചെയ്യേണ്ടതല്ല. ഗവൺമെന്റുമായിട്ട് കൂടി അല്ല ഇതല്ല മുനമ്പം പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത് ഇന്നത്തെ സൗഹൃദത്തിൽ ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലായി. അതിൽ വലിയ കോംപ്ലിക്കേഷനൊന്നുമില്ല. പക്ഷേ സർക്കാർ വിളിക്കുന്ന ഒരു യോഗത്തിൽ പരിഹരിക്കാനുള്ള നിർദ്ദേശം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം. അതിൽ ഗവൺമെന്റിന്റെ കൂടി ഒരു തീരുമാനം ഇൻവോൾവ് ആയതുകൊണ്ട് സർക്കാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. രമ്യമായി പരിഹരിക്കാൻ കഴിയും. ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് മുൻകൈ എടുക്കണം എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയോടും പ്രതിപക്ഷ നേതാവിനോടും ഒക്കെ ഞങ്ങൾ ഈ കാര്യം പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, സഹകരിക്കും. ലീഗിന്റെ പ്രശ്നം ഇവിടെ ഉത്ഭവിക്കുന്നേ ഇല്ല. ഇവിടെ ഞങ്ങളിപ്പോൾ സൗഹൃദമായിട്ട് ഒരു ചർച്ച നടത്തി ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയാണല്ലോ പറയുന്നത്. ഇനി പിന്നെ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി. മുനമ്പം വിഷയത്തിൽ ലത്തീൻ അതിരൂപത നേതൃത്വവുമായി മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പാണക്കാട് തങ്ങളും പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ബിഷപ്പ് കളത്തിപ്പറമ്പിലും മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ വേണം എന്നതാണ് ഈ യോഗത്തിന്റെ ഒരു പൊതു തീരുമാനമായി പറഞ്ഞത്. അതിനിടയിൽ ചർച്ചയ്ക്കിടയിൽ രൂപപ്പെട്ട മറ്റു കാര്യങ്ങളെപ്പറ്റി അത് സർക്കാരുമായി നടത്തുന്ന ചർച്ചയ്ക്കിടയിൽ മാത്രമേ പറയൂ. അത് ഈ ഘട്ടത്തിൽ അതിൻ്റെ കാര്യങ്ങൾ പുറത്തു പറയുന്നില്ല. പ്രശ്നം പരിഹരിക്കാൻ സർക്കാരിന് വളരെ വേഗത്തിൽ പറ്റും. അത് മുൻകൈ എടുക്കേണ്ടത് സർക്കാരാണ് എന്ന് ആവർത്തിച്ചു പറയുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ. ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടാൻ വൈകുന്നത് കൊണ്ടാണ് ലീഗ് നേതൃത്വം മുൻകൈയെടുത്ത് ഇത്തരം ഒരു ചർച്ച നടത്തുന്നതെന്ന് നേരത്തെ തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു. അതിരൂപത ആസ്ഥാനത്താണ് ചർച്ച നടന്നത്. ആ ചർച്ചയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെത്തി. ബിഷപ്പ് കളത്തിപ്പറമ്പിൻ്റെ നേതൃത്വത്തിൽ ബിഷപ്പ് ഹൗസിൽ സ്വീകരിച്ചു. അതിനുശേഷം ഏതാണ്ട് അരമണിക്കൂറോളം വിശദമായ ചർച്ച നടന്നു. ഇരകൾക്കൊപ്പമാണ് എന്ന് ലീഗ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. സർക്കാരാണ് അതിൽ ഇടപെടേണ്ടത് പരിഹരിക്കുന്നതിന് വേണ്ടി. ആ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വൈകുമ്പോഴാണ് മറ്റു കക്ഷികൾ, മറ്റ് ശക്തികൾ അതിൽ ഇടപെടുന്നത്. അത് 22-ന് മുഖ്യമന്ത്രി വിളിച്ച ചർച്ചയിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. അതിനു മുമ്പ് പ്രശ്നം പരിഹരിക്കുന്നതിന് കോടതിക്ക് പുറത്ത് പ്രശ്നം പരിഹരിച്ച് കോടതിയിൽ ആ പരിഹാര നിർദ്ദേശം അറിയിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.